അർജുന്റെ ഫോണിൽ നിന്നും മഹേഷിന്റെ ക്രൂരമായ ചിരിയും ഭീഷണിയും മാഞ്ഞുപോയെങ്കിലും ആ ഹാളിൽ അവശേഷിപ്പിച്ചത് ശ്വാസം മുട്ടിക്കുന്ന വലിയൊരു നിശബ്ദതയായിരുന്നു. അർജുന്റെയും നന്ദിതയുടെയും മകളായ അനന്യമോൾ വരച്ച ആ ചിത്രവും അവൾ ഓർത്തെടുത്ത സത്യങ്ങളും ഈ വീട്ടിലെ നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോകുന്നതായിരുന്നു. പക്ഷെ ആ ചതിക്കുഴികൾക്ക് പിന്നിൽ മഹേഷ് എന്ന വാടക കൊലയാളി മാത്രമല്ലെന്ന് അർജുനോ വിക്രമോ തുളസിയോ അറിഞ്ഞിരുന്നില്ല. തങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ഒരു നിഴലാണ് തങ്ങളെ തകർക്കാൻ നോക്കുന്നതെന്ന് അവർ തിരിച്ചറിയാൻ വൈകിയിരുന്നു. പിറ്റേന്ന് രാവിലെ ആ വീട്ടിൽ വളരെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. 3 വർഷത്തെ നീണ്ട കിടപ്പിന് ശേഷം സുഖം പ്രാപിച്ച നന്ദിത ഇപ്പോൾ സ്വന്തമായി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അർജുൻ അല്പം മാറി നിന്ന് കൗതുകത്തോടെയും വലിയൊരു സന്തോഷത്തോടെയും അവളെ നോക്കുന്നുണ്ട്. നന്ദിത ഒരു ചുവട് മുന്നോട്ട് വെച്ചു. രണ്ടാമത്തെ ചുവട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നത്. ബാലൻസ് തെറ്റി നന്ദിത താഴേക്ക് വീഴാൻ പോയി. നന്ദിത വീഴാൻ പോയത് മിന്നൽ വേഗത്തിൽ അർജുൻ ഓടിയെത്തി അവളെ നെഞ്ചോട് ചേർത്ത് താങ്ങിപ്പിടിച്ചു. അർജുൻ അവളെ വളരെ കെയർ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അർജുൻ അവളുടെ മുഖത്തേക്ക് ആകുലതയോടെ നോക്കി. നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നന്ദിത, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. എന്തിനാ ധൃതി കൂട്ടി നടന്നത്? അർജുൻ അവളുടെ നെറ്റിയിൽ മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചു. ഇത് കേട്ട് നന്ദിത വിതുമ്പലടക്കിക്കൊണ്ട് പറഞ്ഞു, അർജുൻ, എനിക്ക് പേടിയാകുന്നു. വീണ്ടും ഞാൻ ആ കിടക്കയിലേക്ക് വീണു പോകുമോ എന്ന് എനിക്ക് ഭയമാണ്. എനിക്ക് പഴയതുപോലെ ജീവിക്കണം. അർജുൻ അവളുടെ കവിളിൽ കൈവച്ചു. ഒരിക്കലുമില്ല നന്ദിത, നമ്മൾ ഇനിയും ഒത്തിരി ദൂരം ഒന്നിച്ചു നടക്കാനുണ്ട്. എന്നാൽ ആരും കാണാതെ മുകളിലത്തെ മുറിയുടെ ജനാലക്കരികിൽ നിന്നും ഒരാൾ താഴെ ഹാളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് തിരികെ വന്ന അർജുൻ തുളസിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. ആ നോട്ടത്തിൽ തുളസിയോടുള്ള വലിയൊരു സ്നേഹവും തണലും ഉണ്ടായിരുന്നു. തുളസി, നന്ദിത ദാ ഇപ്പോൾ തനിയെ നടക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷം തിരിച്ചു വരികയാണ്, അർജുൻ സ്നേഹത്തോടെ പറഞ്ഞു. തുളസി പുഞ്ചിരിച്ചുകൊണ്ട് അർജുന്റെ കൈകളിൽ ഒന്ന് അമർത്തി. അർജുന്റെ ഈ കരുതൽ മുകളിൽ നിന്ന് നോക്കുന്ന ആ നിഗൂഢ രൂപത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നന്ദിത സുഖം പ്രാപിക്കുന്നതും അതേസമയം തുളസി അർജുന്റെ നെഞ്ചിൽ ഇടം പിടിക്കുന്നതും ആ വ്യക്തിയിൽ കടുത്ത ദേഷ്യമാണുണ്ടായത്. ജനാലയുടെ കർട്ടൻ പതുക്കെ മാറ്റി താഴെ അർജുൻ നന്ദിതയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകളിൽ കടുത്ത അമർഷവും പകയുമായിരുന്നു. ആ കെയറിങ് കണ്ടു നിൽക്കാൻ ആ നിഗൂഢ രൂപത്തിന് കഴിയില്ലായിരുന്നു. ആ വ്യക്തി ജനാലയുടെ കർട്ടൻ മുറുകെ പിടിച്ചുകൊണ്ട് പല്ല് കടിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിക്രമും അർജുനും ബിസിനസ് സംബന്ധമായ ഒരു അടിയന്തര കാര്യത്തിനായി പുറത്തേക്ക് പോയി. വീട്ടിൽ തുളസിയും നന്ദിതയും നന്ദനയും കുട്ടികളും മാത്രമായി. അർജുന്റെ മകൾ അനന്യമോൾ മുകളിലെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. തുളസി കുട്ടിക്കുള്ള പാൽ ചൂടാക്കി മുകളിലേക്ക് നടന്നു. പടികൾ കയറി നന്ദിതയുടെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ അകത്തുനിന്നും വല്ലാത്ത വിറയ്ക്കുന്ന ശബ്ദത്തിലുള്ള സംസാരവും കരച്ചിലും കേട്ടു. വാതിൽ പൂർണ്ണമായും അടഞ്ഞിരുന്നില്ല. തുളസി പതുക്കെ പാൽ ഗ്ലാസുമായി അവിടെ ഒതുങ്ങി നിന്നു. നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? രാവിലെ നീ ഞങ്ങളെ നോക്കിയ നോട്ടം എനിക്ക് കടുത്ത ഭയം തോന്നുന്നു. നന്ദിതയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാൻ തുളസി ആ വാതിൽക്കലേക്ക് പതുക്കെ ചെന്നു. എന്താ നന്ദിതേ, എനിക്ക് എന്റെ അർജുന്റെ വീട്ടിലേക്ക് വന്നുകൂടെ? കടുത്ത പരിഹാസവും ദേഷ്യവും നിറഞ്ഞ ആ ശബ്ദം തുളസി തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, നന്ദനയായിരുന്നു അത്. രാവിലെ അവൻ നിന്റെ കയ്യും പിടിച്ച് സന്തോഷത്തോടെ നടക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ എന്താണുണ്ടായതെന്ന് നിനക്കറിയാമോ? അവൻ നിന്റേതല്ല നന്ദന, അവൻ എന്നെയാണ് സ്നേഹിച്ചത്. നമ്മൾ 3 പേരും കുട്ടിക്കാലം തൊട്ട് ഒന്നിച്ച് വളർന്നവരാണെങ്കിലും അർജുൻ എന്നെയാണ് അവന്റെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. നീ അവനെ സ്നേഹിച്ചിരുന്ന കാര്യം നന്ദിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ കാര്യം നീ ഇപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ? നന്ദന പല്ല് കടിച്ചു. ചെറുപ്പം മുതലേ അർജുനെ ജീവൻ തുല്യ സ്നേഹിച്ചത് ഞാനായിരുന്നു. നിനക്കതറിയാമായിരുന്നു. എന്നിട്ടും നീ എന്റെ മുന്നിൽ നിന്നും അവനെ തട്ടിയെടുത്തു. ഞാൻ അറിഞ്ഞില്ലായിരുന്നുവല്ലോ നന്ദന. നന്ദിത നെഞ്ചിൽ കൈവച്ച് സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ഞാൻ അർജുനെ നിന്നെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. പക്ഷെ നീ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലെന്നോ? നന്ദന ഉറക്കെ ചിരിച്ചു. ആ ചിരി കേട്ട് പുറത്തുനിന്ന് തുളസിയുടെ ഹൃദയം ഒന്ന് നിലച്ചു. 3 വർഷം മുൻപ് ആ കാർ ആക്സിഡന്റ് രൂപത്തിൽ നിന്നെ ഞാൻ എന്റെ വഴിയിൽ നിന്നും മാറ്റാൻ മഹേഷിന് പണം കൊടുത്തപ്പോഴും നീ ചത്തില്ല. നീ കോമയിലായി. നീ തളർന്നു കിടന്നപ്പോൾ ഇനി ഒരിക്കലും നീ എഴുന്നേൽക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അർജുൻ എന്നെ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്റെ മനസ്സ് നന്നായി അറിയുന്ന നീ പോലും ആ സമയത്ത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. എന്റെ പ്രണയത്തെക്കുറിച്ച് നീ അർജുനോട് ഒന്നും പറഞ്ഞതുപോലുമില്ല. തുളസി ഞെട്ടിത്തെറിച്ചു പോയി. അവൾക്ക് കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 വർഷമായി തങ്ങൾ തിരയുന്ന നന്ദിത ചേച്ചിയെ ഈ അവസ്ഥയിലാക്കിയ ആ യഥാർത്ഥ സൂത്രധാരി സ്വന്തം ഇരട്ട സഹോദരി നന്ദനയായിരുന്നു. കയ്യിലെ പാൽ ഗ്ലാസ് നിലത്ത് വീഴാൻ പോയെങ്കിലും അവളത് കഷ്ടപ്പെട്ട് മുറുകെ പിടിച്ചു. നന്ദന വീണ്ടും കടുത്ത ദേഷ്യത്തോടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീ കിടപ്പിലായപ്പോൾ ഞാൻ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കിയതാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ എവിടെ നിന്നോ ഒരു തുളസിയെ കൊണ്ടുവന്നു. നിന്റെ സ്ഥാനത്ത് അവൾ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അവളെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴും നീ തിരിച്ചു വന്നു. ഇപ്പോൾ നീ പൂർണ്ണമായും സുഖം പ്രാപിച്ച് ഇവിടെ അവനോടൊപ്പം കയ്യിൽ പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ ജീവനോടെ ഇരുന്നാൽ എനിക്ക് അർജുന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്ഥാനമുണ്ടാകില്ല. നീ എന്താ പറയുന്നത് നന്ദന? അർജുൻ ഇതറിഞ്ഞാൽ നന്ദിതയ്ക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി.
അവൾ കട്ടിലിലേക്കിരുന്നു. അവൻ അറിയില്ല, കാരണം മഹേഷ് എല്ലാ കുറ്റവും ഏറ്റെടുത്ത് ജയിലിൽ പോയിക്കോളും. പക്ഷേ നീ ഇനി അധികകാലം അർജുന്റെ കൂടെ വാഴില്ല, നന്ദന ക്രൂരമായി പറഞ്ഞു. പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്നും എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടു. പുറത്തുനിന്ന തുളസി വല്ലാതെ ഞെട്ടിപ്പോയി. നന്ദനയുടെ യഥാർത്ഥ ക്രൂരമുഖം കണ്ടതിന്റെ ഭയത്തിലും ഞെട്ടലിലും ഒന്നും മിണ്ടാൻ കഴിയാതെ തുളസി പതുക്കെ പിന്നിലേക്ക് മാറി. അവൾക്ക് അവിടെ നിൽക്കാൻ പോലും ഭയം തോന്നി. ഒന്നും മിണ്ടാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് തുളസി പതുക്കെ താഴത്തെ മുറിയിലേക്ക് നടന്നുപോയി. അതേസമയം മുറിക്കുള്ളിൽ നന്ദിതയുടെ അവസ്ഥ കൂടുതൽ മോശമായിരുന്നു. നന്ദനയുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ അവൾ ശ്വാസം കിട്ടാതെ കട്ടിലേക്ക് മറിഞ്ഞു. പെട്ടെന്നാണ് മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ടത്. തുളസി ഭയത്തോടെ പാൽ ഗ്ലാസ് അവിടെ വെച്ച് വീണ്ടും മുകളിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അവളുടെ ശ്വാസം മറക്കുന്നതായിരുന്നു. ഇതുവരെ നന്നായി നടന്നുകൊണ്ടിരുന്ന നന്ദിത നെഞ്ചിൽ കൈവച്ച് കട്ടിലിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു. നന്ദിതയുടെ ശരീരം വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. നന്ദിതേച്ചി! തുളസി ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് നന്ദിതയുടെ അടുത്തേക്ക് ഇരുന്ന് അവളെ താങ്ങി പിടിച്ചു. അർജുൻ, വിക്രം, ആരെങ്കിലും ഓടിവായോ, നന്ദിത ചേച്ചിക്ക് എന്താ പറ്റിയേ? തുളസി മുകളിലിരുന്ന് താഴേക്ക് നോക്കി ഉറക്കെ നിലവിളിച്ചു. അപ്പോഴേക്കും അർജുന്റെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. തുളസിയുടെ നിലവിളി കേട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിരുന്ന നന്ദന പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് കൂടിക്കയറി. അവൾ തുളസിയെയും നന്ദിതയും നോക്കി. താഴെ അർജുന്റെ കാറിന്റെ ശബ്ദം കേട്ടതും നന്ദനയുടെ മുഖത്തൊരു ക്രൂരമായ ഭാവം മിന്നിമറഞ്ഞു. അർജുൻ പടികൾ ഓടിക്കയറി വരുന്ന ശബ്ദം കേൾക്കാം. ആ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നന്ദന തുളസിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു തിരിച്ചു. നീ എല്ലാം കേട്ടല്ലേ തുളസി? നന്ദന പല്ല് കടിച്ചുകൊണ്ട് തുളസിയുടെ കാതിൽ വളരെ രഹസ്യമായി, എന്നാൽ അത്രയും ക്രൂരമായി പറഞ്ഞു. ഇപ്പോൾ അർജുൻ ഇങ്ങോട്ട് വരും. ഈ മുറിയിൽ നടന്നത് എന്താണെന്ന് നീ അവനോട് പറഞ്ഞാൽ നന്ദിതയുടെയും അർജുൻ്റെയും മകളായ അനന്യമോൾ നാളെ നേരം പുലരുന്നത് കാണില്ല. മഹേഷിനെ വിട്ട് അവളെ ഞാൻ ഇല്ലാതാക്കും. അവൾ അർജുൻ്റെ രക്തമല്ലേ? അവൾ ജീവനോടെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ആ കുട്ടിയുടെ ജീവൻ വേണമെങ്കിൽ നാക്കു പുറത്തെടുക്കരുത്. നന്ദിതയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടിയതാണെന്ന് പറഞ്ഞാൽ മതി. കേട്ടല്ലോടി? നന്ദനയുടെ ആ ഭീഷണി കേട്ട് തുളസിയാകെ തകർന്നുപോയി. സ്വന്തം മകളെപ്പോലെ താൻ നോക്കുന്ന നന്ദിത ചേച്ചിയുടെ ജീവനായ അനന്യമോളുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കൊന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയായി. അവൾ ആകെ നിസ്സഹായയായി. അപ്പോഴേക്കും അർജുനും വിക്രമും മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി വന്നു. നന്ദിത, എന്തു പറ്റി നിനക്ക്? അർജുൻ കട്ടിലിലേക്ക് വീണുകൊണ്ട് ചോദിച്ചു. അവൾ അബോധാവസ്ഥയിലായിരുന്നു. അവളുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞിരുന്നു. നന്ദന പെട്ടെന്ന് മാറി നിന്ന് കരയുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി. അർജുൻ, ചേച്ചിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു. ഞാനും തുളസിയും ഓടി വരുമ്പോഴേക്കും ചേച്ചി ദാ ഇങ്ങനെ. നന്ദന കള്ളം പറഞ്ഞു. അർജുൻ ഞെട്ടലോടെ തുളസിയെ നോക്കി. തുളസി, എന്താ ഉണ്ടായത്? രാവിലെ അവൾ നന്നായി നടന്നതല്ലേ? നീ കൂടെ ഉണ്ടായിരുന്നതല്ലേ? അർജുൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആകുലതയുണ്ടായിരുന്നു. തുളസി നന്ദനയെ നോക്കി. നന്ദനയുടെ കണ്ണുകൾ ആ സമയത്ത് അനന്യമോൾ ഉറങ്ങുന്ന മുറിക്ക് നേരെയായിരുന്നു. ആ നോട്ടത്തിൻ്റെ ഭീഷണി തുളസിക്ക് മനസ്സിലായി. അവൾ വിക്കി വിക്കി പറഞ്ഞു, അത് അർജുൻ, ചേച്ചിക്ക് പെട്ടെന്ന് അസുഖം കൂടിയതാ. എനിക്കൊന്നും അറിയില്ല. അവൾക്ക് സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ല. അവളുടെ തൊണ്ട ഇടറി, കണ്ണുകൾ നിറപൊട്ടി. സമയം കളയരുതും, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വിക്രം നന്ദിതയെ കൈകളിൽ കോരിയെടുത്ത് താഴേക്കോടി. അർജുനും അവരുടെ പിന്നാലെ പാഞ്ഞു. നന്ദനയും കരഞ്ഞുകൊണ്ട് ഓടി താഴേക്ക് പോയി. തുളസി ഒന്നും ചെയ്യാൻ പറ്റാത്ത, സത്യം അറിഞ്ഞിട്ടും അത് തുറന്നു പറയാൻ പറ്റാത്ത വലിയൊരു നിസ്സഹായതയോടെ ആ മുറിയിൽ തനിച്ചായി. അവളുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ ജീവനായി കാണുന്ന അനന്യമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾക്ക് ഈ സത്യം ഉള്ളിലൊതുക്കി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിന്റെ വെളുത്ത ചുവരുകൾ തുളസിയുടെ നേരെ തള്ളി വരുന്നത് പോലെ തോന്നി. നന്ദിതയുടെ നില വളരെ വഷളായിരിക്കുന്നു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വന്ന നന്ദിത വീണ്ടും ഇരുട്ടിലേക്ക് വീണത് അർജുനെ തകർത്തിരുന്നു. അർജുൻ പതുക്കെ തുളസിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യമല്ല, മറിച്ച് സംശയവും അസ്വസ്ഥതയുമാണ് ഉണ്ടായിരുന്നത്. അർജുൻ തുളസിയുടെ അടുത്ത് നിന്ന് അല്പം മാറി നിന്ന് ചോദിച്ചു, തുളസി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അനന്യമോളെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് നിനക്കറിയാമല്ലോ. പക്ഷെ നീ വീട്ടിൽ വന്നതിന് ശേഷം നന്ദിതയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇന്ന് നീ മുകളിൽ ചെന്നപ്പോഴാണ് അവൾക്ക് ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായത്. നീ എന്തെങ്കിലും കണ്ടോ? തുളസി വല്ലാതെ വിറച്ചു. സത്യം പറഞ്ഞാൽ അർജുൻ്റെ മുന്നിൽ താൻ ഒരു കള്ളിയായി മാറും. പക്ഷെ അനന്യമോളുടെ ജീവൻ, അവളുടെ ഉള്ളിൽ നന്ദനയുടെ ഭീഷണി അലയടിച്ചു. അർജുൻ, ഞാനൊന്നും കണ്ടില്ല. ഞാൻ എത്തിയപ്പോഴേക്കും ചേച്ചി തളർന്നു വീണിരുന്നു. തുളസി കള്ളം പറയുകയായിരുന്നു എന്നവളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അർജുൻ അവളെ സൂക്ഷിച്ചു നോക്കി. തുളസി, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? തുളസി മറുപടി പറയാൻ തുടങ്ങിയതും നന്ദന അവിടേക്ക് ഓടി വന്നു. അർജുൻ, ഡോക്ടർ വിളിക്കുന്നു. ചേച്ചിയുടെ അവസ്ഥ അല്പം വഷളാണെന്ന് തോന്നുന്നു. നന്ദന തുളസിയെ ഒരുതരം ക്രൂരമായ നോട്ടം നോക്കിക്കൊണ്ട് അർജുൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. അർജുൻ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. നന്ദന പതുക്കെ തുളസിയുടെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, മിടുക്കി, നീ മിണ്ടിപ്പോകരുത്. തുളസിക്ക് സങ്കടം സഹിക്കാനായില്ല. താൻ അർജുനോട് പോലും കള്ളം പറയേണ്ടി വന്നതിൽ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അർജുൻ തന്നെ ഒരു ഭാര്യയായി അംഗീകരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ദുരന്തം.
അവൻ തന്നെ സംശയത്തോടെ നോക്കുന്നത് അവൾക്ക് സഹിക്കാൻ വയ്യായിരുന്നു. രാത്രി ഏറെ വൈകി. ഹോസ്പിറ്റലിന്റെ കാത്തിരിപ്പ് മുറിയിൽ എല്ലാവരും തളർന്നിരുന്നു. അർജുൻ നന്ദിതയുടെ റിപ്പോർട്ടുകൾ നോക്കി ആകെ തളർന്നിരുന്നു. അയാൾ പതുക്കെ തുളസിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ തൊട്ടു. തുളസി, ക്ഷമിക്കണം. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ അവസ്ഥയിൽ എനിക്ക് വിവേകം നഷ്ടപ്പെടുന്നു. നന്ദിതയെപ്പോലെ തന്നെ അനന്യയ്ക്കും നീ ഒരമ്മയാണ്. അവൾക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അത് കാണുമ്പോൾ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് നടന്നത്... അർജുൻ പൂർത്തിയാക്കിയില്ല. തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ, നിങ്ങൾക്കെന്നെ സംശയമുണ്ടോ? ഇല്ല തുളസി, പക്ഷെ എന്തോ ഒന്ന് പിടികിട്ടുന്നില്ല. അർജുൻ ദൂരേക്ക് നോക്കി നിന്നു. തുളസി ആലോചിച്ചു. താൻ ഈ സത്യം അർജുനോട് പറഞ്ഞാൽ അനന്യയ്ക്ക് എന്ത് സംഭവിക്കും? അർജുനെ തനിക്ക് നഷ്ടപ്പെടുമോ? പക്ഷെ നന്ദിത ചേച്ചിയെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തുളസിയുടെ മനസ്സിലൊരു തീരുമാനം ഉറച്ചു. അനന്യയെ സുരക്ഷിതയാക്കണം. എന്നിട്ട് നന്ദനയുടെ തനിനിറം അർജുനെ അറിയിക്കണം. നന്ദിതയെ ICUവിലേക്ക് മാറ്റിയത് മുതൽ അർജുൻ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. വിക്രം ഡോക്ടർമാരുമായി സംസാരിക്കാൻ പോയിരിക്കുകയാണ്. തുളസി അവിടെ ഇരുന്ന ഒരു കസേരയിൽ തളർന്നിരിക്കുമ്പോൾ അർജുൻ അവളുടെ അരികിലേക്ക് വന്നു. നീ കൂടെയുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഏക ആശ്വാസം. അതുകൊണ്ട് നീ തളരരുത്. അർജുൻ തന്നെ ഇത്രയേറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവനോട് വലിയൊരു സത്യം മറച്ചു വെക്കേണ്ടി വരുന്നതോർത്ത് തുളസിയുടെ ഉള്ളം തകർന്നു പോയി. അവൾക്ക് അർജുൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കുറ്റബോധം തോന്നി. ഇതേ സമയം ദൂരെ മാറി നിന്ന് അർജുൻ തുളസിയെ ചേർത്ത് പിടിക്കുന്നതും അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും നന്ദന കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഇരച്ചു കയറി. അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് താൻ തൻ്റെ ഇരട്ട സഹോദരിയെ പോലും ഇല്ലാതാക്കാൻ നോക്കിയത്. എന്നിട്ടിപ്പോൾ എവിടെ നിന്നോ വന്ന ഒരു തുളസി അർജുൻ്റെ നെഞ്ചിലിടം പിടിച്ചിരിക്കുന്നു. നന്ദന പെട്ടെന്ന് അവളുടെ മുഖത്ത് കപടമായ സങ്കടം വരുത്തി അർജുൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അർജുൻ, ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞു? എനിക്ക് എൻ്റെ ചേച്ചിയെ ഓർത്ത് നെഞ്ചു പൊട്ടുന്നു അർജുൻ. അവൾക്ക് വീണ്ടും ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. നന്ദന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുൻ്റെ തോളിലേക്ക് ചായാൻ നോക്കി. അർജുൻ നന്ദനയെ ആശ്വസിപ്പിച്ചു. അവന് നന്ദനയെക്കുറിച്ച് 1% പോലും സംശയമില്ലായിരുന്നു. അവൾ നന്ദിതയെ സ്വന്തം അനിയത്തിയാണെന്നും ചേച്ചിയുടെ അവസ്ഥയോർത്ത് സങ്കടപ്പെടുകയാണെന്നുമാണ് അവൻ കരുതിയത്. നന്ദന, നീ സങ്കടപ്പെടരുത്. ഡോക്ടർമാർ നോക്കുന്നുണ്ട്. നീ ഉള്ളത് കൊണ്ടാണ് അന്ന് കാർ ആക്സിഡന്റ് ഉണ്ടായപ്പോഴും പിന്നീട് നന്ദിതയെ നോക്കാനുമൊക്കെ എനിക്കൊരു ധൈര്യമുണ്ടായത്. അർജുൻ നന്ദനയോട് വളരെ വിശ്വാസത്തോടെ പറഞ്ഞു. നന്ദന തുളസിയെ നോക്കി ഒരു കുതന്ത്ര ചിരിച്ചിരിച്ചു. അർജുൻ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ അന്ധമായ വിശ്വാസമാണ് തൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് അവൾ ഉറപ്പായിരുന്നു. അർജുൻ അല്പം മാറി നിന്ന സമയം നോക്കി നന്ദന തുളസിയുടെ അരികിലേക്ക് അടുത്ത് വന്നു. കണ്ടോ തുളസി? നന്ദന പല്ല് കടിച്ചുകൊണ്ട് വളരെ പതുക്കെ പറഞ്ഞു. അർജുൻ എൻ്റെ ജീവനാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ അസുഖം കൂടിയതാണെന്ന് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. നീ എന്തെങ്കിലും സത്യം പുറത്തു പറയാൻ നോക്കിയാൽ അർജുൻ അത് വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, നാളെ നേരം പുലരുമ്പോൾ ആ അനന്യമോൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുമില്ല. അർജുൻ്റെ സ്നേഹവും വാങ്ങി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരുന്നോണം. നന്ദനയുടെ വാക്കുകൾ തുളസിയെ പൂർണ്ണമായും തളർത്തി കളഞ്ഞു. ഒരു വശത്ത് അർജുന് നന്ദനയോടുള്ള അന്ധമായ വിശ്വാസം, മറുവശത്ത് അനന്യമോളുടെ ജീവൻ. താൻ സത്യം പറഞ്ഞാൽ പോലും അർജുൻ അത് വിശ്വസിക്കില്ലെന്നും നന്ദന തന്ത്രപരമായി അത് തുളസിയുടെ തലയിൽ കെട്ടിവെക്കുമെന്നും അവൾക്ക് മനസ്സിലായി. തുളസി ഒന്നും ചെയ്യാൻ പറ്റാത്ത വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവൾ കസേരയിലിരുന്ന് ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് കണ്ണീരൊഴുക്കി. പെട്ടെന്ന് ICUവിന് മുകളിലെ ചുവപ്പ് ലൈറ്റ് അണഞ്ഞു. ഡോക്ടർമാർ കടുത്ത നിരാശയോടെ പുറത്തേക്ക് വന്നു. അർജുനും വിക്രമും ഡോക്ടറുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. തുളസിയും നന്ദനയും ശ്വാസമടക്കി പിടിച്ച് പുറകെ നിന്നു. ഐ ആം സോറി അർജുൻ. നമ്മൾ വിചാരിച്ചതിലും വലിയൊരു മെൻ്റൽ ഷോക്കാണ് നന്ദിതയുടെ തലച്ചോറിനേറ്റത്. അത് താങ്ങാൻ അവളുടെ തളർന്ന ശരീരത്തിന് കഴിഞ്ഞില്ല. മരുന്ന് നൽകിയിട്ടും ഹാർട്ട് റേറ്റ് പതുക്കെ കുറഞ്ഞു വന്നു. ഷീ ഈസ് നോ മോർ. ഡോക്ടർ തല താഴ്ത്തി. നന്ദിത എന്ന് വിളിച്ചുകൊണ്ട് അർജുൻ ഒരു ഭ്രാന്തനെ പോലെ ICUവിലേക്ക് ഓടിക്കയറി. നിശ്ചലമായി കിടക്കുന്ന നന്ദിതയുടെ ശരീരത്തിന്മേൽ വീണ് അവൻ അലറിക്കരഞ്ഞു. വിക്രം അർജുനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ സങ്കടം അടക്കാനായില്ല. ഒരു വശത്ത് നന്ദന നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചി പുറമേ കരയുകയാണെങ്കിലും നന്ദനയുടെ ഉള്ളിൽ ആ സമയത്ത് ഒരു രാക്ഷസീയമായ സന്തോഷമായിരുന്നു. തൻ്റെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം ശ്വാശ്വതമായി നീങ്ങിയിരിക്കുന്നു. എന്നാൽ തുളസി ഒരക്ഷരം മിണ്ടാനാകാതെ കരയാൻ പോലും മറന്ന് അവിടെ തറഞ്ഞു നിന്നുപോയി. നന്ദനയുടെ ആ ഒരു ഭീഷണി കാരണം നന്ദിത ചേച്ചിയെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കടുത്ത കുറ്റബോധം അവളെ ശ്വാസം മുട്ടിച്ചു. നന്ദിതയുടെ വേർപാട് ആ കുടുംബത്തെ പൂർണ്ണമായും ഇരുട്ടിലാഴ്ത്തി. തൻ്റെ ജീവനായ പ്രണയിനിയുടെ ചിതയെരിയുമ്പോൾ അർജുൻ ഒരു ജീവച്ഛവമായി മാറിയിരുന്നു. എന്നാൽ നന്ദിതയുടെ മരണം അതോടെ തീരുന്ന ഒന്നായിരുന്നില്ല. ഒഴിഞ്ഞുകിടക്കുന്ന അർജുൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ നന്ദന തൻ്റെ അടുത്ത കുതന്ത്രം മെനഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനായി അവൾ ആദ്യം ലക്ഷ്യം വെച്ചത് തുളസിയെയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഹാളിലെ കസേരയിൽ നന്ദിതയുടെ ചിത്രവും നോക്കി തളർന്നിരിക്കുകയാണ്. ദിവസങ്ങളായി അവൻ ആഹാരം പോലും കൃത്യമായി കഴിച്ചിട്ടില്ല. തുളസി ഒരു ഗ്ലാസ് പാലുമായി പതുക്കെ അർജുൻ്റെ അടുത്തേക്ക് വന്നു. അർജുൻ, കുറച്ച് പാലെങ്കിലും കുടിക്കൂ. ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? തുളസി സ്നേഹത്തോടെ അവൻ്റെ തോളിൽ കൈവച്ചു.
കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയുള്ളൂവെങ്കിലും അർജുന് തുളസിയോട് വലിയൊരു ആത്മബന്ധം തോന്നി തുടങ്ങിയിരുന്നു. അവൻ തുളസിയുടെ കൈകളിൽ പിടിച്ചു. എനിക്കൊന്നിനും പറ്റുന്നില്ല തുളസി. നന്ദിത പോയതോടെ എൻ്റെ പകുതി ചത്തു. പക്ഷെ അനന്യമോളെ ഓർക്കുമ്പോൾ മാത്രമാണ്. അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അനന്യമോൾക്ക് ഞാൻ അമ്മയായി കൂടെ ഉണ്ടാകും അർജുൻ. നിങ്ങൾക്ക് ഒരു തണലായി ഞാനും. തുളസി അവനെ ചേർത്ത് പിടിച്ചു. അർജുൻ അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് ആശ്വാസം കണ്ടെത്തി. അവനെ സംബന്ധിച്ച് തുളസി ഇപ്പോൾ ഏറ്റവും വലിയ ശക്തിയാണ്. ഹാളിന്റെ മറവിൽ നിന്നും ഈ കാഴ്ച കാണുകയായിരുന്ന നന്ദനയുടെ കണ്ണുകളിൽ ചോര പൊടിയുന്നുണ്ടായിരുന്നു. നന്ദിത ചത്തിട്ടും ഈ തുളസി ഇവിടെ വാഴുകയാണല്ലേ. അർജുൻ അവളെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഇവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ പറ്റൂ. നന്ദന പല്ല് കടിച്ചു. അതേസമയം അനന്യമോൾ മുകളിൽ തനിച്ചിരിക്കുകയായിരുന്നു. നന്ദന പതുക്കെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. അവൾ അനന്യമോളുടെ അടുത്തേക്ക് ചെന്നു. മോളെ, അമ്മയോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? നന്ദന വളരെ സ്നേഹത്തോടെ ചോദിച്ചു. നന്ദിതയുടെ അതേ രൂപമായിരുന്നതുകൊണ്ട് അനന്യമോൾ നന്ദനയെ കെട്ടിപ്പിടിച്ചു. ചെറിയമ്മേ, അമ്മ ഇനി വരില്ലേ? കുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രാത്രി ഏറെ വൈകിയിരുന്നു. അർജുനുള്ള പാലുമായി തുളസി അടുക്കളയുടെ വാതിലിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് നന്ദന അവളുടെ വഴി തടഞ്ഞു നിന്നു. നന്ദനയുടെ മുഖത്ത് കടുത്ത ദേഷ്യവും അധികാരഭാവവുമായിരുന്നു. തുളസി തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ നന്ദന അവളുടെ കയ്യിലെ ഗ്ലാസ് ബലമായി പിടിച്ചു വാങ്ങി. തുളസി ഞെട്ടലോടെ നോക്കി നിന്നു. നന്ദന, അത് അർജുന്. നന്ദന പല്ല് കടിച്ചുകൊണ്ട് വളരെ പതുക്കെ പറഞ്ഞു. ഇത് ഞാൻ കൊടുത്തോളാം അർജുന്. നീ ഇതിനിടയിൽ കയറേണ്ട. പക്ഷേ നന്ദന, അർജുൻ ദിവസങ്ങളായി വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ നന്ദന തുളസിയുടെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ എന്താടി, മറന്നുപോയോ? അനന്യമോളെ നോക്കാൻ മാത്രമാണ് നിന്നെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്. അല്ലാതെ അർജുന്റെ ഭാര്യയാകാൻ വേണ്ടിയല്ല. ആ കുട്ടിയെ നോക്കേണ്ട ചുമതല മാത്രമേ നിനക്കുള്ളൂ. അർജുന്റെ കാര്യങ്ങൾ നോക്കാൻ അവന്റെ സ്വന്തം നന്ദന ഇവിടെയുണ്ട്. നീ അതിനിടയിൽ കയറി ഭാര്യയാകാൻ നോക്കണ്ട. മര്യാദയ്ക്കകത്ത് പോയി കുട്ടിയുടെ കാര്യങ്ങൾ നോക്ക്. നന്ദനയുടെ വാക്കുകൾ തുളസിയുടെ നെഞ്ചിൽ ഒരമ്പ് പോലെ തറച്ചു. അർജുനുമായി ഒരു നല്ല ആത്മബന്ധം വളർന്നു വരുന്നതേയുള്ളൂ. തന്നെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്ന അർജുന്റെ അടുത്തേക്ക് പോകാൻ പോലും നന്ദന തന്നെ അനുവദിക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൾക്ക് കരച്ചിൽ വന്നു. പക്ഷെ മഹേഷിന്റെ ഭീഷണിയും അനന്യമോളുടെ ജീവനും ഓർത്ത് തുളസി ഒന്നും മിണ്ടാതെ കണ്ണീരോടെ തല താഴ്ത്തി നിന്നു. തുളസി അവിടെ നിർത്തി നന്ദന മുഖത്ത് കപടമായൊരു സങ്കടം വരുത്തി ആ ചായയുമായി ഹാളിൽ അർജുൻ ഇരിക്കുന്നിടത്തേക്ക് നടന്നു ചെന്നു. അർജുൻ, ദാ ഈ പാല് കുടിക്കൂ. തുളസി അവിടെ നിർത്തി നന്ദന മുഖത്ത് കപടമായ ഒരു സങ്കടവും വരുത്തി ആ പാൽ ഗ്ലാസുമായി അർജുന്റെ റൂമിലേക്ക് നടന്നു ചെന്നു. അർജുൻ, ഈ പാല് കുടിക്കൂ. നീ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ദിവസങ്ങളായി നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? അർജുൻ ചായ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അവന്റെ കണ്ണുകൾ അടുക്കളയുടെ ഭാഗത്തേക്കാണ് പോയത്. അവിടെ അനന്യമോളെ ചേർത്ത് പിടിച്ച് വിഷമത്തോടെ നിൽക്കുന്ന തുളസിയെ അവൻ കണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമേ ആയുള്ളൂവെങ്കിലും തുളസിയുടെ ആ വിറയലും സങ്കടവും അർജുന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തുളസി എവിടെ നന്ദന? അവളൊന്നും കഴിച്ചില്ലല്ലോ. അർജുന്റെ ശബ്ദത്തിൽ തുളസിയോടുള്ള കരുതൽ വ്യക്തമായിരുന്നു. അർജുൻ തുളസിയെ അന്വേഷിക്കുന്നത് നന്ദനയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഉള്ളിൽ അസൂയ കനത്തു. അവൾ പെട്ടെന്ന് കള്ളം പറഞ്ഞു. അവൾക്ക് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ നേരം തികയൂ അർജുൻ. അവളോട് ഞാൻ അർജുന് പാല് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കുട്ടിയുടെ കൂടെ ഇരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. നീ വിഷമിക്കേണ്ട. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. അർജുൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവന്റെ കണ്ണുകൾ തുളസിയിൽ തന്നെയായിരുന്നു. അർജുന്റെ ആ നോട്ടം നന്ദനയിൽ തുളസിയോടുള്ള ദേഷ്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അർജുന്റെ ജീവിതത്തിൽ നിന്നും തുളസിയെ പൂർണ്ണമായും ഒഴിവാക്കാൻ നന്ദന തന്റെ അടുത്ത വലിയ ചതിക്ക് കോപ്പ് കൂട്ടുകയായിരുന്നു. ഇതിന്റെ തുടർ ഭാഗത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.